നിങ്ങൾ കുട്ടികളോട് പറയാൻ ആഗ്രഹിച്ചത്, ഞങ്ങൾക്ക് നിങ്ങളോട് പറയാനുള്ളത്, ഈ സമൂഹം നമ്മളോട് പറയാൻ ആഗ്രഹിക്കുന്നത്, സന്തത സഹചാരിയായി മൊബൈൽ ഫോണിനെ കൂടെ കൂട്ടുന്ന നമുക്കൊരു സന്ദേശം. സേക്രഡ് ഹാർട്ട് UP സ്കൂൾ അവതരിപ്പിക്കുന്നു ആകാശമിഠായി. നാടകരചന മനോജ് അനാമിക. റെക്കോർഡിംഗ് ഹരീഷ് കൊരയങ്ങാട്. കോർഡിനേറ്റിംഗ് അശ്വിനി സിജു, സപ്തശ്രീ കലാക്ഷേത്ര. സാങ്കേതിക സഹായം ഷിജിൽ കൈനാട്ടി, വിജീഷ് നടനം. ചമയം വസ്ത്രാലങ്കാരം, നടനം കോസ്റ്റ്യൂംസ് കോട്ടക്കൽ. ശബ്ദം നൽകിയവർ മിനി രാമചന്ദ്രൻ, അശ്വിനി, സാത്വിക, ദേവ ധനുജ്, ആദിദേവ്, അഭിരാമി, അലങ്കൃത, കൈലാസ് നാഥ്, പാർവതി രാജ്, ഐഫ മെഹബിൻ, അനുലയ. സംവിധാനം അഷ്റഫ് പുഴക്കര, പ്രദീപ് മേമുണ്ട. ആകാശമിഠായി. മോളെ, നീ എവിടെയാ? നിന്റെ ലോകത്ത് വർണ്ണച്ചിറകുകളുള്ള പൂമ്പാറ്റകളുണ്ടോ? ഇല്ലെങ്കിൽ മോൾക്ക് വലിയ സങ്കടാവില്ലേ? നിന്റെ കളിപ്പാവകളും കളിപ്പാട്ടങ്ങളും അമ്മയെ നോക്കി വല്ലാതെ സങ്കടപ്പെടുകയാ. അമ്മ പലപ്പോഴും നിന്നോട് പറയാറില്ലേ, അമ്മ പറയുന്നതനുസരിച്ച് നല്ല കുട്ടിയായിരിക്കണമെന്ന്? എപ്പോഴും വാശി പിടിച്ച് ജയിക്കുന്നത് നീയായിരുന്നില്ലേ? അമ്മേ, എന്തിനാ കരയുന്നത്? പറഞ്ഞതനുസരിക്കാത്ത കുട്ടികളെ പൂമ്പാറ്റകൾക്ക് ഇഷ്ടമല്ല. അതുകൊണ്ട് പൂമ്പാറ്റകൾ മോളോട് പിണക്കാ. അമ്മയ്ക്ക് മോളോട് പിണക്കമാ. ഞാനിവിടെ ഇല്ലെങ്കിൽ ഈ ആയമ്മ എപ്പോഴും സ്വപ്നലോകത്തായിരിക്കും, സങ്കടങ്ങളുടെ സ്വപ്നലോകത്ത്. ആലീസ്, നീ വന്നോ? ഞാൻ അറിഞ്ഞില്ല. എന്നിട്ടെന്തേ എന്നെ വിളിക്കാഞ്ഞത്? ഞാൻ കുറച്ചു നേരമായി വന്നു നിൽക്കാൻ തുടങ്ങിയിട്ട് മോളുടെ ലോകത്തു നിന്നും വിളിച്ചുണർത്തണ്ടെന്ന് കരുതി. ഓ, ഞാനതങ്ങ് മറന്നു ആലീസ്. വീണ്ടും ഒരു വേനലവധി കൂടി വന്നു അല്ലേ? ഈ വേനലവധിക്കാലത്ത് കഴിഞ്ഞ വർഷത്തെക്കാളും കുരുത്തം കേട്ട പിള്ളേരാ ഈ സ്നേഹസദനത്തിലേക്ക് വരുന്നത്. ആയമ്മ നന്നായി വിയർക്കേണ്ടി വരും. കുറച്ചു കാലങ്ങളായി വേനലവധിക്കാലം വരുമ്പോൾ മാത്രമല്ലേ ആലീസേ ഞാൻ സന്തോഷിക്കുന്നത്? എൻ്റെ കർത്താവേ, ഈ ആയമ്മയ്ക്ക് സന്തോഷം മാത്രം നൽകി അനുഗ്രഹിക്കണമേ. ഇനി എനിക്ക് സന്തോഷമാ. എൻ്റെ കുഞ്ഞുങ്ങൾ എന്നെ തേടി വരികയല്ലേ. അവരുടെ കളിയും ചിരിയും ഈ വീടൊരു സ്വർഗമാക്കും. ഇത്തവണത്തേത് കുഞ്ഞുങ്ങളല്ല, കുഞ്ഞു കുരിശുകളാണെന്നാ എനിക്ക് തോന്നുന്നത്. കർത്താവ് കുരിശു ചുമന്നുവെങ്കിൽ നമുക്കും കുരിശു ചുമക്കാം. രക്ഷിതാക്കൾ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി സഹനത്തിൻ്റെയും സ്നേഹത്തിൻ്റെയും കുരിശു ചുമന്നില്ലെങ്കിൽ ഈ സമൂഹം, ചുവന്ന കണ്ണുള്ള അതിമോഹമുള്ള ഈ സമൂഹം കുഞ്ഞുങ്ങളെ കുരിശിൽ തറയ്ക്കും.
ആലീസേ, എൻ്റെ മോളെ കൊണ്ടുപോയത് വർണ്ണങ്ങളും ചുവന്ന കണ്ണുകളും ചതിക്കുഴികളും നിറഞ്ഞ സ്മാർട്ട് ഫോണിൻ്റെ ലോക. ആ മായാവലയത്തിൽ ഒരു ഈയാമ്പാറ്റയെപ്പോലെ എൻ്റെ കുഞ്ഞു ചെന്ന് വീഴുകയായിരുന്നു. ആലീസേ, പാവകൾ ഇഷ്ടപ്പെടുന്ന മനസ്സാ കുഞ്ഞുങ്ങളുടേത്. ആ ഇഷ്ടത്തിലേക്കാ ചെകുത്താന്മാരുടെ നോട്ടം. ഓരോ വേനലവധിക്കാലം വരുമ്പോഴും ഞാൻ കുഞ്ഞുങ്ങളെ പഠിപ്പിക്കും. നല്ല ശീലങ്ങൾ, നല്ല പാഠങ്ങൾ. ശീലങ്ങൾ തെറ്റുവരുന്ന കുഞ്ഞുങ്ങളെ ഈ ആയമ്മ മിടുക്കികളും മിടുക്കന്മാരുമാക്കും. ആയമ്മേ, നാളെ കുട്ടികളിങ്ങെത്തും. അതിനെന്താ ആലീസ്, ഈ സ്നേഹസദനത്തിന്റെ വാതിലും എന്റെ മനസ്സും അവർക്കു വേണ്ടി മലർക്കെ തുറന്നിട്ടിരിക്കയാ. പിന്നെ ആലീസേ, ഒരു കാര്യം, ഇവിടുത്തെ രീതികളും ചിട്ടവട്ടങ്ങളുമെല്ലാം പാരന്റ്സിനോട് പ്രത്യേകം പറഞ്ഞിട്ടുണ്ടല്ലോ. അത് പിന്നെ പ്രത്യേകം പറയണോ? നീ കുട്ടികളോട് അധികം ചങ്ങാത്തം കൂടണ്ട. ആദ്യം സ്ട്രിക്റ്റ്, പിന്നെ ലവ്. ആ ചട്ടക്കൂട്ടിൽ നമ്മൾ അവരെ ഈ പുതിയ ലോകത്തിലേക്ക് കൈപിടിച്ചുയർത്തും. ആയമ്മേ, പ്രാർത്ഥനയ്ക്ക് സമയമായി. ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് ഗായ്സ്. ഞാനിപ്പോൾ നിൽക്കുന്നത് സ്നേഹസദനത്തിലാണ്. ഇവിടെ ഒരായമ്മയുണ്ട്. ഞങ്ങളുടെ ഭാഷയിൽ പറഞ്ഞാൽ ഒരു ജയിലർ. ആയമ്മ ഒരു ട്രെയിനറാണ് കേട്ടോ. കുട്ടികളെ മാത്രം ട്രെയിൻ ചെയ്യുന്ന ആയമ്മയുടെ അടുത്തു നിന്നും പലതും കണ്ടും കേട്ടും പഠിക്കാൻ ഞങ്ങളുടെ പാരൻസ് ഇവിടെ ഞങ്ങളെ അഡ്മിറ്റ് ചെയ്തിരിക്കുകയാണ്. അപ്പോൾ നിങ്ങൾ കരുതും ഞങ്ങൾക്ക് പഠിക്കേണ്ടേ, സ്കൂളിൽ പോകേണ്ടേ എന്നൊക്കെ. ഗായ്സ്, ഇതൊരു വേനലവധിക്കാലമാണ്. ഈ അവധി ദിനം മുഴുവനും ഞങ്ങൾ ഇവിടെ കാണും. സ്നേഹസദനത്തിൽ സ്മാർട്ട് ഫോൺ അലോഡല്ല കേട്ടോ. അതുമാത്രം ഒത്തിരി സങ്കടമുണ്ട്. ജിൻഡോ, ജീവിതത്തിൽ ചൂല് കൈകൊണ്ട് തൊട്ടു നോക്കാത്ത ഞാനാണ് ഇങ്ങനെ അടിച്ചു വാരിക്കൊണ്ടിരിക്കുന്നത്. ഇതൊക്കെ പെൺകുട്ടികളുടെ ജോലിയല്ലേ? എങ്ങനെയെങ്കിലും 2 മാസം തീർന്നു കിട്ടിയാൽ മതിയായിരുന്നു. എന്റെ ദൈവമേ, വീട്ടിൽ കിടന്നെടുത്ത് ചായയും കാപ്പിയും കിട്ടിയിരുന്ന ഞാനിന്ന് ഏതോ ഒരായമ്മയുടെ വീട് വൃത്തിയാക്കുകയാണ്. നമ്മൾ ഇവിടെ വന്നിട്ട് 3-ാമത്തെ ദിവസമാ. അതായത് കഴിഞ്ഞ ഞായറാഴ്ച. ഇനി ഞായറാഴ്ച വന്നാൽ മാത്രമേ അച്ഛനെയോ അമ്മയെ കാണാൻ പറ്റൂ. ഫോൺ ഉപയോഗിക്കാൻ പറ്റിയിരുന്നെങ്കിൽ വീഡിയോ കോൾ ചെയ്യാമായിരുന്നു. അതൊക്കെ പൊട്ടേന്ന് വെക്കാം. ഇവിടെ എന്തിനാ യൂണിഫോം നിർബന്ധമാക്കിയത്? എത്ര നല്ല കളർഫുൾ ഡ്രസ് നമ്മുടെ കയ്യിലുണ്ട്. അതാണ് നിന്റെ പ്രശ്നമെങ്കിൽ നമുക്ക് ആയമ്മയ്ക്കൊരു നിവേദനം കൊടുക്കാം. ജിൻഡോ, നിന്റെ ഗൈസ് ഇത്തിരി ഓവർ ആവുന്നുണ്ട്. ഞാൻ എന്റെ അഭിപ്രായമല്ലേ പറഞ്ഞത്. ഇതിലെന്താ ഇത്ര ചിരിച്ചു പൊളിക്കാൻ? ആയമ്മ യൂണിഫോം ധരിക്കാൻ പറയുന്നു, നമ്മൾ ധരിക്കുന്നു. ആയമ്മ നമ്മളോട് അലക്കാൻ പറയുന്നു, നമ്മൾ അലക്കുന്നു. എന്നെ കൊണ്ട് പറ്റുമെന്ന് തോന്നില്ല. വീട്ടിൽ ഞാൻ എല്ലാ വസ്ത്രങ്ങളും അലക്കാൻ കൊടുക്കുന്നത് അമ്മയ്ക്കാ. പിന്നെ ഞങ്ങളെ കൊണ്ടാണോ യൂണിഫോം അലക്കാൻ പറ്റുന്നത്? നീ ആ മുത്തശ്ശി റേഡിയോ കൂടി വേഗത്തിൽ അങ്ങ് വൃത്തിയാക്കിയേക്ക്. ആയമ്മ വരാൻ സമയമായി എന്നാ തോന്നുന്നത്. പാവകളുടെ മുറി, മുത്തശ്ശൻ ഫോൺ, മുത്തശ്ശി റേഡിയോ, ഇതെല്ലാം ഇപ്പോൾ എവിടെയെങ്കിലും ഉണ്ടോ? റോസ്ലി, ഞാനൊരു പാവയെ ഇതുവരെ ഇഷ്ടപ്പെട്ടിട്ടില്ല. ഇവിടെ നമ്മൾ പാവകളെ ഇഷ്ടപ്പെട്ടു തുടങ്ങും. കണ്ടില്ലേ പാവകൾക്കായൊരു മുറി? കുഞ്ഞുനാളിൽ ഒരു കരടിക്കുട്ടനോ പാവക്കുട്ടനോ എൻ്റെ മനസ്സിൽ ഇടം പിടിച്ചിട്ടില്ല. മൈ ലവ് ഓൺലി കമ്പ്യൂട്ടർ ഗെയിംസ്. അതല്ലേ ഗൈസ് ഒരു സ്റ്റാൻഡേർഡ്? വിശാലമായ റീഡിംഗ് റൂം, ചുവരുകൾ കാണാത്തത്ര പുസ്തകങ്ങൾ. വായനയും ട്രെയിനിങ്ങിൻ്റെയും ഭാഗമാണെങ്കിൽ പെട്ടതു തന്നെ.
ദേ സ്നേഹസദനത്തിന് ചുറ്റും നിറയെ ചെടികളും മരങ്ങളും പച്ചക്കറിത്തോട്ടവും ഉണ്ട്. അടുത്ത ദിവസം കിളയ്ക്കാനും നനയ്ക്കാനും നമ്മൾ ഇറങ്ങേണ്ടി വരും. അതിൽ ഒരു സംശയവുമില്ല. അതൊക്കെ സഹിക്കാം. ഇനി നമ്മുടെ ഏക ആശ്രയം ആ പടു കിഴവൻ ഫോണാണെന്ന് ഓർക്കുമ്പോൾ എനിക്ക് തല ചുറ്റുന്നത് പോലെ. എന്നാൽ ആ പുരാവസ്തുവിൽ തന്നെ ഞാൻ പപ്പയെ വിളിക്കാൻ പോവുകയാ. ആയമ്മ വരുന്നുണ്ടോ എന്ന് നോക്കണം. ഹേയ് മുത്തശ്ശ, താങ്കളുടെ പെർഫോമൻസ് എങ്ങനെയുണ്ടെന്ന് നോക്കാം. ഹലോ പപ്പ, ഞാനാ റോസ്ലിയ. പപ്പ, എനിക്ക് നിങ്ങളെ കാണാൻ കൊതിയാവുകയാ. പപ്പ എന്താ പറഞ്ഞേ? പാരൻസിന് സൺഡേ മാത്രമേ അലൗഡ് ഉള്ളൂ. ദാ എഴുന്നീ വിളിച്ചോ. എന്തിന്? കപ്ലിക്കാൻ ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം. കുണ്ടുതോട്ടിൽ നിന്നും ജിജു പ്രമീള ആവശ്യപ്പെടുന്ന ഗാനം അനിൽ പനച്ചൂരാന്റെ വലയിൽ വീണ കിളികൾ നമുക്കിപ്പോൾ കേൾക്കാം. വലയിൽ വീണ കിളികളാണു നാം, ചിറകൊടിഞ്ഞൊരിണകളാണു നാം, വഴിവിളക്ക് കണ്ണ് ചിമ്മുമീ വഴിയിലെന്ത് നമ്മൾ പാടണം. വലയിൽ വീണ കിളികളാണ് നാം, ചിറകൊടിഞ്ഞൊരിണകളാണ് നാം, മനുഷ്യനെ കരയിക്കാൻ. എടാ ഗൈസേ, ഈ റേഡിയോ മുത്തശ്ശി കൊള്ളാം. ശരിക്കും പറഞ്ഞാൽ ഒന്നുകൂടി അടുത്തു നിന്നാൽ നല്ലൊരു ഫീൽ കിട്ടും. ആയമ്മ നമ്മളെ ഏൽപ്പിച്ച് ജോലി ചെയ്യാതിരുന്നാൽ ഇതിനേക്കാൾ ഫീൽ അപ്പ കിട്ടും. ഇവിടെ എന്തിനും ഏതിനും ബെല്ല. അതാ ശരിക്കും ബോറായി തോന്നുന്നത്. എഴുന്നേൽക്കാൻ ബെൽ, പ്രാർത്ഥനയ്ക്ക് ബെൽ, നേരം പുലർച്ചയ്ക്ക് പ്രാർത്ഥന പോലെ കൈ ചന്തിക്കടിയിൽ വെച്ച് ചുരുണ്ടുകൂടി കിടക്കുന്ന ശുഭമുഹൂർത്തത്തില ആ ഒടുക്കത്തെ ബെല്ല്. എന്റെ പ്രശ്നം ഉറങ്ങാനുള്ള ബെല്ല, അതും 10 മണിക്ക്. ഒരു 12 മണിയെങ്കിലും ആവാതെ എങ്ങനെയാ ഒന്ന് ഉറങ്ങുന്നത്? അതും സ്മാർട്ട് ഫോൺ കൂട്ടിനില്ലാതെ. ഒരു സ്മാർട്ട് ഫോൺ കിട്ടിയിരുന്നെങ്കിൽ. മതി മതി, ഇന്നേക്ക് നിർത്തിക്കോ. എങ്ങനെയുണ്ടായിരുന്നു? ക്ഷീണിച്ചോ? ജോലികളൊന്നും കുഴപ്പമില്ല ആയമ്മേ, പക്ഷേ ഇവർക്കൊരു കുഴപ്പമുണ്ട്. എന്തു കുഴപ്പം? ആയമ്മേ, യൂണിഫോം സ്വന്തമായി അലക്കിയിടുന്ന കാര്യത്തിലാ. വീട്ടിലായിരുന്നെങ്കിൽ എല്ലാം അഴിച്ച് അമ്മയ്ക്ക് കൊടുക്കാമായിരുന്നു അല്ലേ? ഞങ്ങളുടെ വീട്ടിലൊക്കെ വാഷിംഗ് മെഷീൻ ഉണ്ട്. പിന്നെ അമ്മയുടെ ജോലി എളുപ്പമാവില്ലേ? അമ്മയ്ക്ക് അലക്ക് ജോലി മാത്രമാണോ? കറിക്കരിയുമ്പോ, മുറ്റമടിക്കുമ്പോ, പാത്രം കഴുകുമ്പോ അമ്മയ്ക്കൊപ്പം ചേർന്ന് ഒരു കൈസഹായം. അപ്പ അമ്മയ്ക്കുണ്ടാവുന്ന ഒരു സന്തോഷം ഒരു മുല്ലപ്പൂ മണം പോലെ വീട്ടിലെല്ലായിടത്തും പരക്കും. എന്തേ നീ തിരിച്ചു വന്നേ? ഞാൻ പറഞ്ഞത് ആർക്കും ഇഷ്ടപ്പെട്ടില്ല എന്ന് തോന്നുന്നു. ആയമ്മേ, ഈ ഭൂമിയിൽ ഏറ്റവും വലുത് സ്നേഹല്ലേ? പപ്പയും മമ്മയും ദേഷ്യത്തില. മമ്മ പിണങ്ങി മമ്മയുടെ വീട്ടിൽ പോയിരിക്കുക. നീ നല്ല ശീലങ്ങൾ പഠിച്ച് നന്നാവുമ്പോ മമ്മയും തിരിച്ച് വീട്ടിലേക്ക് വരും. പപ്പ വരുന്നിടത്ത് മമ്മ വരില്ല, മമ്മ വരുന്നിടത്ത് പപ്പയും വരില്ല. ഞാൻ പറയുന്നത് ഇതുവരെ രണ്ടുപേരും ഒരുമിച്ചിരുന്ന് കേട്ടിട്ടില്ല. സ്നേഹസദനത്തിലെ അവസാനത്തെ ഞായറാഴ്ച അവർ രണ്ടുപേരും ചേർന്ന് നിന്നെ കൂട്ടിക്കൊണ്ടുപോകാൻ വരും. എന്തിനവർ പിണങ്ങിയതെന്ന് എനിക്കറിയില്ല. എനിക്ക് രണ്ടുപേരും വേണം.
പറ്റില്ല ആൻഡ്രൂസേ. സമയത്ത് സാധനങ്ങൾ ഇവിടെ എത്തിക്കാന്ന് പറഞ്ഞാ പോരാ, എത്തിച്ചിരിക്കണം. ആൻഡ്രൂസിന് എന്റെ സ്വഭാവം അറിയാലോ. ഇങ്ങനെയാണ് കാര്യത്തിന്റെ പോക്കെങ്കിൽ മറ്റു വല്ലവരെയും ഏൽപ്പിക്കണം. സമയം, സത്യം, സ്നേഹം, ഇതിനൊക്കെ ഇവിടെ വല്ല വിലയുമുണ്ടോ എന്ന് നോക്കണം. അല്ല പിന്നെ. എന്തിനാ ഒരു സങ്കടം? നിന്റെ കരടിക്കുട്ടൻ പിന്നെയും പിണങ്ങിയോ? അതോ ഞാൻ മുറിയിൽ പൂട്ടിയിട്ടത് കൊണ്ടാണോ? ഇതാരാണെന്ന് പറയാൻ പറ്റുമോ? കടയിൽ വാങ്ങാൻ കിട്ടുന്ന വെറും ഒരു പാവ. ഞങ്ങളെ അത്ഭുതപ്പെടുത്തുകയും ആശ്ചര്യപ്പെടുത്തുകയും ചെയ്യുന്ന ഒരേ ഒരു കാര്യം, ആയമ്മ ഈ പാവയെ താലോലിക്കുന്നത് എന്തിനാണെന്നാണ്. ഈ സുന്ദരിക്കുട്ടി എന്നോട് സംസാരിക്കുകയും എന്നെ നോക്കി ചിരിക്കുകയും ഒക്കെ ചെയ്യും. സത്യം? റിയൽ? ഈ പാവ ശരിക്കും സംസാരിക്കും? ശരിക്കും ചിരിക്കും? ആ, അതല്ലേ പറഞ്ഞേ. എല്ലാവരും ഒന്നവിടെ നിന്നേ. എനിക്ക് വട്ടാണെന്നല്ലേ? ഞാനിതുവരെ കളിപ്പാവകളെ പോലും തൊട്ടിട്ടില്ല. ഐ ഹേറ്റ് ദാറ്റ് ഡർട്ടി ടോയ്സ്. ഞാൻ ഫോണിലും ടാബിലും ഗെയിം കളിക്കും. എനിക്കിഷ്ടം റീൽ ചെയ്യുന്നതാ. എനിക്കിഷ്ടം വീഡിയോ എടുത്ത് യൂട്യൂബിൽ അപ്ലോഡ് ചെയ്യുന്നതാ. ഓരോ ലൈക്കും എന്റെ ഹൃദയത്തെയാ തുളയ്ക്കുന്നത്. ഫോളോവേഴ്സ് വേണം, അതില്ലെങ്കിൽ പിന്നെ എന്ത് ജീവിതം? ഹലോ ഗായ്സ്, ലൈക്കുകളുടെ അതിപ്രസരണം കാരണം ജ്യൂസ് അരിക്കുന്ന അരിപ്പ പോലെയുള്ള ഹൃദയവുമായി സ്നേഹസദനത്തിലെത്തിയ റോസ്ലി ഇപ്പോൾ ഫോൺ എടുക്കാൻ പറ്റാതെ ശ്വാസം മുട്ടി നിൽക്കുകയാണ്. കഴിഞ്ഞോ? എങ്ങനെ സാധിക്കുന്നു ഇതൊക്കെ? മനസാക്ഷിയില്ലാത്ത പിള്ളേർ. ആയമ്മേ, അതിന് ഞങ്ങൾ തെറ്റൊന്നും പറഞ്ഞില്ലല്ലോ. ആര് പറഞ്ഞില്ലെന്ന്? പറഞ്ഞു. സ്മാർട്ട് ഫോണിനെ കുറിച്ച്. സ്മാർട്ട് ഫോൺ ഇല്ലാതെ ജീവിക്കാൻ കഴിയില്ലെന്ന് വരെ പറഞ്ഞു. സ്മാർട്ട് ഫോൺ എന്ന് വെച്ചാൽ ഒരു മാന്ത്രിക ലോകമാണ്. ആയമ്മ ഫോണിന്റെ ലോകത്തേക്ക് സഞ്ചരിക്കാത്തത് കൊണ്ടാണ്. ഇസബെല്ലയും ആ കുട്ടികളും പറഞ്ഞതും പ്രവർത്തിച്ചതും ഇതൊക്കെയായിരുന്നു. ഏത് കുട്ടികൾ? ഏത് ഇസബെല്ല? ഒരുപാട് കുട്ടികളുണ്ട് ഈ ലോകത്തിന്റെ പല ഭാഗത്തും. ആട്ടെ, നിങ്ങൾക്ക് യാത്രകൾ ഇഷ്ടമാണോ? ഇഷ്ടമാണ്, ഒരുപാട് ഇഷ്ടമാണ്. എങ്കിൽ അടുത്ത ദിവസം തന്നെ നമുക്കൊരു യാത്ര പോവാം. ആയമ്മ അടിപൊളിയാണ് കേട്ടോ. എവിടെയാണ് ആയമ്മേ നമ്മൾ ടൂർ പോകുന്നത്? ലൈക്കും ഷെയറും ഫോളോവേഴ്സും എന്ന ആകാശമിഠായി തേടിപ്പോയ കുട്ടികളുടെ അടുത്തേക്ക്. അച്ഛനാര്, അമ്മയാര് എന്ന തിരിച്ചറിവ് പോലും നഷ്ടപ്പെട്ട് മാനസിക നില തെറ്റിയ നിങ്ങളുടെ കൂട്ടുകാരുടെ അടുത്തേക്ക്. മംഗളങ്ങളരുളും മഴനീർക്കണങ്ങളെ ശാന്തമായി തലോടും കുളിർക്കാറ്റിനീണമേ ദീപാങ്കുരങ്ങൾ തൻ സ്നേഹാർദ്രനൊമ്പരം കാണാൻ മറന്നു പോയോ? മംഗളങ്ങളരുളും മഴനീർക്കണങ്ങളെ അനുരാഗമൂലും കിനാവിൽ കിളിപാടുന്നതപരാധമാണോ? ഇരുളിൽ വിതുമ്പുന്ന പൂവേ നീ വിടരുന്നതപരാധമായോ? ഈ മണ്ണിലെങ്ങുമേ കാരുണ്യമില്ലയോ? ഈ വിണ്ണിലെങ്ങുമേ ആനന്ദമില്ലയോ? എന്തിനാ എന്റെ മക്കൾ സങ്കടപ്പെട്ടത്? ആയമ്മേ, സ്മാർട്ട് ഫോൺ ഞങ്ങളെ മാടി വിളിക്കുകയാണ്. ഉറങ്ങുമ്പോൾ, ഉണ്ണുമ്പോൾ, ടോയ്ലറ്റിൽ പോകുമ്പോൾ, അങ്ങനെ എപ്പോഴും ഫോൺ ഞങ്ങൾക്കൊപ്പം വേണം. ഫോണില്ലാതായാൽ ചിരിക്കാൻ പോലും കഴിയില്ല.
റീചാർജ് തീർന്നാൽ എല്ലാരോടും വെറുപ്പ. ആയമ്മേ, ഞങ്ങളുടെ കളിക്കൂട്ടുകാരനാ സ്മാർട്ട് ഫോൺ. കുട്ടികളെ, പാവകളെ ഇഷ്ടപ്പെടണം, താലോലിക്കണം, പുസ്തകങ്ങൾ ഇഷ്ടപ്പെടണം. പുസ്തകത്തിന്റെ മണമുണ്ടല്ലോ, നന്നായി ആസ്വദിക്കാൻ ശ്രമിക്കുക. കഥകൾ കേൾക്കാനും പറയാനും കഴിയുന്നവരായിരിക്കണം കുട്ടികൾ. നാളെ മുതൽ ഇവിടുത്തെ വായനാമുറിയിലും പാവകളുടെ മുറിയിലും നിങ്ങൾ പോയിരിക്കണം. എന്താ, പറ്റില്ലേ? പാവകളെ എങ്ങനെയാ സ്നേഹിക്കുക? സ്മാർട്ട് ഫോണിനെയും ടാബും ഒക്കെയാ ഞങ്ങൾ താലോലിച്ചതും സ്നേഹിച്ചതും. പിന്നെ പുസ്തകങ്ങൾ കാണുന്നതേ ഞങ്ങൾക്ക് വെറുപ്പാ. പാവകൾ നിങ്ങളെ സ്നേഹിക്കാൻ പഠിപ്പിക്കും. പുസ്തകങ്ങൾ നിങ്ങൾക്ക് ഒരുപാട് കഥകൾ പറഞ്ഞു തരും. വായിക്കൂ, വളരൂ, വായിക്കൂ, വളരൂ. ശരമന്യമാമൊരു അക്ഷരത്തേരിൽ അതിരില്ല സ്വർഗങ്ങൾ കീഴടക്കാം. ശരമന്യമാമൊരു അക്ഷരത്തേരിൽ അതിരില്ല സ്വർഗങ്ങൾ കീഴടക്കാം. കാലകാലങ്ങൾ തൻ കാലാന്തരങ്ങൾ തൻ കഥകളും കാര്യവും കരളിൽ ചേർക്കാം. കഥകളും കാര്യവും കരളിൽ ചേർക്കാം. നോക്ക്, പാവകൾ ചിരിക്കുന്നു. വൃത്തികെട്ട പാവകൾ. വൃത്തികെട്ട മണം. പാവകളെ കാണാൻ ഭംഗിയില്ല. ഉണ്ടക്കണ്ണി, നീ എന്താ പറഞ്ഞത്? വൃത്തികെട്ട പാവകളെന്നോ? നിങ്ങളെ സ്നേഹിക്കാനും താലോലിക്കാനും ഞങ്ങൾക്ക് മനസ്സ് വരുന്നേ ഇല്ല. നോക്ക്, ഞങ്ങൾ പാവകളെ കാണാൻ ഭംഗിയുള്ളവരും കുട്ടികളെ വളരെയധികം ഇഷ്ടപ്പെടുന്നവരുമാണ്. ഞങ്ങളെ ഒന്ന് തൊട്ടു നോക്ക്, ഒന്ന് സ്നേഹിച്ചു നോക്ക്. ഇവിടുത്തെ ആലിസ് ആന്റിയും ആയമ്മയും ഞങ്ങളെ താലോലിക്കും, ഉമ്മ വെക്കും. പിന്നെ ഞങ്ങളെ ഇവിടെ ഏറ്റവും ഇഷ്ടമുള്ള ഒരാളുണ്ടായിരുന്നു. ആകാശത്തിലെ ദൈവമായിരിക്കും. ആ കാണുന്ന ഏറ്റവും ഭംഗിയുള്ള പാവയില്ലേ, അവളുടെ ഇസബെല്ലയായിരുന്നു ഞങ്ങളെ കൂടുതലും സ്നേഹിച്ചതും പാട്ടുപാടി തന്നതും ഉറക്കിയതും. പിന്നെ ഇസബെല്ലയ്ക്കും ഞങ്ങളെ വേണ്ടതായി, നിങ്ങളെ പോലെ. ഇസബല്ലയുടെ പാവേ, ആരായി ഇസബല്ല? ഇസബല്ല ഞാനാ. ഞാനിന്നു പറയുമ്പോ ആരാണെന്നാവും? അമ്മ എന്നെ പറ്റി ഒന്നും പറഞ്ഞു തന്നില്ലേ? എന്റെ കഥയിലെ വില്ലൻ ഞാൻ തന്നെയായിരുന്നു. പാവകളെ സ്നേഹിച്ചിരുന്ന ഞാൻ, ഒരുപാട് പുസ്തകങ്ങൾ വായിച്ചിരുന്ന ഞാൻ. ഇസ, നീ ഇതുവരെ കുളിച്ചില്ല, ഭക്ഷണം കഴിച്ചില്ല, പഠിക്കാനുള്ളതൊന്നും പഠിച്ചിട്ടുമില്ല. ഇസ, നിന്നോടാ പറഞ്ഞത്, ഫോണിൽ കളിച്ചത് മതി. അമ്മ ശല്യപ്പെടുത്താതെ പോകുന്നുണ്ടോ? ഞാൻ നല്ലൊരു മൂഡിൽ വരികയായിരുന്നു, അപ്പോഴാ അമ്മയുടെ ശല്യം. പറഞ്ഞതനുസരിച്ചില്ലെങ്കിൽ ഞാൻ ഫോൺ വലിച്ചെറിഞ്ഞ് പൊട്ടിക്കും. നീ ഇങ്ങനെ സ്വയം നശിക്കുന്നത് കാണാൻ എനിക്ക് വയ്യ. അമ്മ, ഞാൻ ഫോണിന്റെ ലോകത്ത് സഞ്ചരിച്ചു കൊണ്ടിരിക്കുകയാ. ആ സമയത്ത് എന്നെ ശല്യപ്പെടുത്തിയാലുണ്ടല്ലോ, നീ എന്തു ചെയ്യുമെടി? ഞാൻ പ്രതികരിക്കും.
അമ്മ അതുകൊണ്ട് മിണ്ടാതിരിക്കി. ഇനിയും എന്നെ ഡിസ്റ്റർബ് ചെയ്താൽ ഞാൻ എന്തു ചെയ്യുമെന്ന് എനിക്ക് തന്നെ അറിയില്ല. ഇസ നിന്നോടാ പറഞ്ഞത് പോയി കുളിക്കാൻ. അമ്മ എന്നെ ഡിസ്റ്റർബ് ചെയ്യരുത്, ചെയ്യരുതെന്ന്. എനിക്ക് കുളിക്കണ്ട, എനിക്ക് ഭക്ഷണം വേണ്ട, പഠിക്കാനും മനസ്സ് വരുന്നില്ല. അമ്മ എനിക്ക് ഉറങ്ങണം, എനിക്ക് കണ്ണടച്ച് നന്നായി ഉറങ്ങണം. കഴിയുന്നില്ല അമ്മ, ഒന്നും എനിക്ക് കഴിയുന്നില്ല. എന്നെ തൊട്ട് പോകരുത്. I hate you all. I hate you all. എന്നെ തൊടരുത് അമ്മ, എന്നെ തൊട്ട് പോകരുത്. എന്തേ ഒരു സങ്കടം? ഈ പാവയുടെ അടുത്തെത്തിയപ്പോൾ ഒരു പാട്ട് കേട്ടു. ഒരു പെൺകുട്ടി ഞങ്ങളോട് സംസാരിക്കുന്നത് പോലെ തോന്നി. അത് അവളാ, എന്റെ ഇസ, എന്റെ എല്ലാമായിരുന്നു പൊന്നുമോൾ. ആയമ്മ ഞങ്ങളോട് ഇതുവരെ ഇസബെല്ലയെ പറ്റി ഒന്നും പറഞ്ഞില്ലല്ലോ. പഠിക്കാനും പാട്ടുപാടാനും മിടുക്കി, സ്കൂളിൽ ടോപ്പറായിരുന്നു. അവളുടെ ഓരോ പിറന്നാളിനും ഞാൻ ഓരോ സമ്മാനങ്ങൾ അവൾക്ക് വാങ്ങിക്കൊടുക്കുമായിരുന്നു. ഒരു പിറന്നാളിന് അവൾ ആവശ്യപ്പെട്ടത് ഒരു സ്മാർട്ട് ഫോൺ ആയിരുന്നു. പറ്റില്ലെന്ന് പറഞ്ഞപ്പോൾ വാശി പിടിച്ചു കരഞ്ഞു. ഒരുപാട് ബഹളം വെച്ചു. കണ്ണിൽ കണ്ടതെല്ലാം വലിച്ചെറിഞ്ഞു പൊട്ടിച്ചു. എന്നെ പിടിച്ചു കടിച്ചു. ഒരുതരം മാനസിക നില തെറ്റിയ പോലെ. അവസാനം ഞാൻ സമ്മതിച്ചു. അന്നെനിക്ക് 100 ഉമ്മകൾ തന്നു അവൾ. ഓരോ നാൾ കഴിയുമ്പോഴും എൻ്റെ ഇസബെല്ല എന്നിൽ നിന്നും പുറത്തെ കാഴ്ചകളിൽ നിന്നും ഫോണിൻ്റെ ലോകത്ത് മാത്രമായി ഒതുങ്ങുകയായിരുന്നു. ഉറക്കം നഷ്ടപ്പെട്ട് ഒന്നുറങ്ങാൻ വേണ്ടി കരയുന്ന മോൾ, അവളുടെ കാഴ്ചയ്ക്ക് പോലും മാറ്റങ്ങൾ വരുന്നുണ്ടായിരുന്നു. ആ ദിവസം അവൾ എന്നോട് പാട്ടുപാടി ഉറക്കാൻ ഒരു കൊച്ചു കുഞ്ഞിനെ പോലെ കരഞ്ഞു പറഞ്ഞു. ഒരു 100 ഉമ്മകൾ കൊടുത്ത് ഞാൻ അവളെ മെല്ലെ ഉറക്കി. ആ ഉറക്കത്തിൽ നിന്നും പിന്നെ അവൾ ഉണർന്നില്ല. ആയമ്മേ, പാവമായമ്മ കരഞ്ഞുകൊണ്ടാ പോയത്. ഈ സ്നേഹസദനത്തിൽ ഇത്രമാത്രം ദുഃഖങ്ങൾ ഉണ്ടായിരുന്നുവെന്ന് ഓർക്കുമ്പോൾ എനിക്ക് കരച്ചിൽ വരുവാ. നമ്മൾ സ്നേഹസദനത്തിൽ വന്നിട്ട് 1 മാസക്കാലം കഴിഞ്ഞിരിക്കുന്നു. എത്ര പെട്ടെന്നാ ദിവസങ്ങൾ പോയത്. എൻ്റെ മനസ്സിലിപ്പോൾ ഫോണും റീൽസും ഒന്നുമില്ല. ആയമ്മയും പാവകളുടെ മുറിയും സ്നേഹസദനത്തിലെ പൂക്കളും ചെടികളും മാത്രമേ ഉള്ളൂ. നമ്മൾ എന്തെല്ലാം പഠിച്ചു? കൃഷി ചെയ്യാൻ, സ്വന്തം വസ്ത്രങ്ങൾ അലക്കാൻ, പലതരം ഭക്ഷണം പാകം ചെയ്യാൻ, പാത്രങ്ങൾ വൃത്തിയാക്കാൻ, ഭംഗിയായി കുളിക്കാൻ, പരസ്പരം സ്നേഹിക്കാൻ, അങ്ങനെ എന്തെല്ലാം. ഇനി 4 ആഴ്ചകൾ കഴിഞ്ഞാൽ നമ്മൾ സ്നേഹസദനത്തിൽ നിന്നും പടിയിറങ്ങുകയായി. അവസാനത്തെ ഞായറാഴ്ച എൻ്റെ മമ്മ പപ്പയോടുള്ള ദേഷ്യം മറന്ന് എന്നെ കൂട്ടാൻ വരുമെന്ന് ആയമ്മ പറഞ്ഞിട്ടുണ്ട്. നിന്റെ മമ്മ പപ്പയോടുള്ള പിണക്കം മറന്ന് നിന്നെ കൂട്ടാൻ വരുമെന്ന് ആയമ്മ പറഞ്ഞുവെന്നോ? അപ്പോൾ നമ്മുടെ ആയമ്മ ട്രെയിനർ ഒരു സംഭവമാണ് കേട്ടോ. ഫോണിനോട് മാത്രം ഇഷ്ടത്തോടെ സംസാരിച്ച എനിക്ക് ഡാഡിയോടും മമ്മിയോടും സംസാരിക്കാൻ കൊതി തോന്നുന്നു. ഞങ്ങൾക്ക് സ്നേഹം എന്താണെന്ന് മനസ്സിലായി. ഇസബെല്ലെ പോലുള്ള കുഞ്ഞുങ്ങളായിരുന്നില്ലേ നമ്മൾ. ഇപ്പോൾ നമുക്കെല്ലാം എന്തു മാറ്റാടാ വന്നത്. Hello butterflies, ഇസബെല്ലയുടെ butterflies, come on, come on, come on our hearts. നിങ്ങളോടൊപ്പം ഭൂമിയിൽ ജീവിക്കാൻ എനിക്ക് കൊതിയാവുന്നു. ഈ ലോകത്ത് ഇസബെല്ലയുടെ പൂമ്പാറ്റകളില്ല, പൂക്കളുമില്ല. ഇപ്പോൾ പുസ്തകങ്ങൾ നമ്മുടെ കൂട്ടുകാരായി. കഥകളും കവിതകളും വായിച്ചപ്പോൾ മറ്റേതോ ലോകത്തെ എത്തിയ പോലുള്ള ഫീൽ.
എനിക്കിഷ്ടമായത് പുസ്തകത്തിന്റെ മണമാ. ഈ മുറി നിറയെ പുസ്തകത്തിന്റെ മണമാ. ഈ മേശമേൽ കിടന്നുറങ്ങുന്ന വലിയ പുസ്തകമില്ലേ, ഇത് മാത്രം നമ്മൾ തുറന്നു നോക്കിയിട്ടില്ല. എങ്ങനെ തുറക്കാനാ? ആയമ്മ എഴുതിക്കൊണ്ടിരിക്കുന്ന പുസ്തകമാ. പോരാത്തതിന് അനുവാദം കൂടാതെ ഈ പുസ്തകം തുറന്നു നോക്കരുതെന്ന് എഴുതി വെച്ചിട്ടുണ്ട്. ഇന്ന് നമുക്ക് ഈ പുസ്തകം തുറന്നു നോക്കണം. ആയമ്മ അറിഞ്ഞാൽ? ഈ വലിയ പുസ്തകത്തിൽ എന്താണുള്ളതെന്നറിയാൻ എനിക്ക് കൊതിയാവുന്നു. പോവല്ലേ മോനെ, ഈ അമ്മയെ വഴിയിൽ ഇറക്കി വിട്ടിട്ട് പോവല്ലേ മോനെ. കണ്ണിന് കാഴ്ചയില്ലാത്ത അമ്മയല്ലേ, അമ്മയ്ക്ക് ഒന്നും കാണാൻ വയ്യ. എനിക്ക് ദാഹിക്കുന്നു, എനിക്ക് വല്ലാതെ വിശക്കുന്നു. എന്നെ ഒന്ന് തുറന്നു വിടൂ മോളെ, എന്നെ ഒന്ന് തുറന്നു വിടൂ, തുറന്നു വിടൂ. മിണ്ടാതെ അവിടെ കിടന്നോണം, ചവിട്ടി കൊല്ലും ഞാൻ. എന്തിനാ എന്റെ കുസൃതി കുട്ടികൾ കരയുന്നത്? അടുത്ത ദിവസം ഇവിടെ നിന്ന് പിരിഞ്ഞു പോകേണ്ടവരാ നിങ്ങൾ. പോയേ തീരൂ. നിങ്ങളെ ഈ ആയമ്മ സ്നേഹിക്കാൻ പഠിപ്പിച്ചു. പോയി അച്ഛനെയും അമ്മയെയും കെട്ടിപ്പിടിച്ചൊന്ന് കരയി. ഞങ്ങൾ നല്ല കുട്ടികളായി എന്ന് അവരോട് കരഞ്ഞു പറയ്. ആയമ്മേ, എന്റെ മമ്മ പിണക്കം പറഞ്ഞ് എന്നെ കൂട്ടാൻ വരുമല്ലോ? ഉറപ്പായും വരും. മാത്രമല്ല നിന്റെ മമ്മയും പപ്പയും പാവകളെ സ്നേഹിക്കാനും താലോലിക്കാനും തുടങ്ങിയിരിക്കുന്നു. ആയമ്മേ, സത്യമാണോ പറയുന്നത്? മമ്മയും പപ്പയും വരുമ്പോ ഒരു കൂട്ടം പാവകളെ ആയമ്മയ്ക്ക് സമ്മാനമായി കൊണ്ടുവരുന്നുണ്ട്. ഹേ ബനാനേ ഒരു പൂ തരാമോ, ഹേ ബനാനേ ഒരു കായ് തരാമോ, പൂ കൊടുക്കാൻ അതിൽ ആൾ വരണ്ടേ. നല്ല കുട്ടികളായി തീർന്ന ഞങ്ങൾ ആയമ്മയോട് ഒരു തെറ്റു ചെയ്തു. എന്ത് തെറ്റ്? ആയമ്മ തുറക്കരുത് എന്ന് പറഞ്ഞ വലിയ പുസ്തകം ഞങ്ങൾ തുറന്നു വായിച്ചു. ആ പുസ്തകത്തിൽ എന്താണെന്ന് അറിയാനുള്ള കൊതി കൊണ്ട ആയമ്മേ. നല്ല കഥ. നല്ല കുട്ടികളായി എന്ന് കരുതിയ നിങ്ങൾ ഈ ആയമ്മയെ പറ്റിക്കുകയായിരുന്നു. സോറി ആയമ്മേ. തെറ്റ് ചെയ്തിട്ട് സോറി പറയുന്നോ? അല്ലെങ്കിൽ തന്നെ ഞാൻ നിങ്ങളുടെ ആരാ? വെറുമൊരു ട്രെയിനർ. ഞാൻ പ്രസവിച്ച എന്റെ ഇസബെല്ല ഉണ്ടായിരുന്നെങ്കിൽ. അങ്ങനെയൊന്നും പറയല്ലേ ആയമ്മേ, ഞങ്ങൾക്ക് സങ്കടാവും. സോറി ആയമ്മേ. ഇസബെല്ലയുടെ പൂമ്പാറ്റകളെ എല്ലാവരും സങ്കടം മതിയാക്കി ഒന്ന് ചിരിച്ചേ. ആട്ടെ, എന്റെ കുസൃതി കുട്ടികൾ ആയമ്മയുടെ പുസ്തകം മുഴുവൻ വായിച്ചോ? കുറച്ചേ വായിച്ചുള്ളൂ. അതിനു മുമ്പ് ഞങ്ങളെ കരയിപ്പിച്ചു കളഞ്ഞു ആയമ്മയുടെ പുസ്തകം. എനിക്കെന്റെ പപ്പയെ വിളിക്കണം, അമ്മച്ചിയോട് സംസാരിക്കണം. സ്മാർട്ട് ഫോൺ ആയിരുന്നു എനിക്കെല്ലാം. പപ്പയോടും മമ്മയോടും എനിക്ക് ദേഷ്യമായിരുന്നു. എന്നാലും അവരെപ്പോഴും എന്നോട് സ്നേഹത്തോടെ പെരുമാറിയിട്ടുള്ളൂ. ആയമ്മേ, ഞാൻ ഒന്ന് വിളിച്ചോട്ടെ? ഇനി എന്റെ മക്കൾ ആരെയും വിളിക്കണ്ട. നാളെ നിങ്ങൾ ഇവിടുന്ന് പോവുകയാണ്. അതുവരെ ആയമ്മയും ഈ പാവക്കുട്ടികളും മാത്രം മതി. ആയമ്മ തന്ന ഈ സ്നേഹത്തിന്റെ വിത്തുകൾ ഞങ്ങളുടെയൊക്കെ ഉള്ളിൽ കിടന്ന് കിളിർക്കാൻ തുടങ്ങിയിരിക്കുന്നു. ഇനി കുഞ്ഞു ചെടികളായി, ഇലകളായി, പൂക്കളായി, അങ്ങനെ അങ്ങനെ. പോരാ, എല്ലാ സൗകര്യങ്ങളും വേണം. സ്മാർട്ട് ഫോൺ, ഇന്റർനെറ്റ്,
എല്ലാറ്റിനെയും അറിഞ്ഞുപയോഗിക്കണമെന്ന് മാത്രം. ആട്ടെ, സ്മാർട്ട് ഫോണിൽ എന്തൊക്കെ കളിക്കാനായിരുന്നു നിങ്ങൾക്ക് ഇഷ്ടം? ഷെയർ ചാറ്റ്, ഫ്രീ ഫയർ, ഇൻസ്റ്റഗ്രാം, സ്നാപ്ചാറ്റ്, യൂട്യൂബ്. എന്നാലും വേണ്ട അമ്മേ, ഇനി ഞങ്ങൾക്ക് ഇതൊന്നും വേണ്ട. വേണം, എല്ലാം വേണം. നിങ്ങളുടെ പുതിയ ലോകം സൂപ്പറാ മക്കളെ. അതിൽ സ്നേഹത്തിന്റെ ഇത്തിരി സുഗന്ധം കൂടി ചേർത്താൽ നിങ്ങളുടെ ലോകവും സൂപ്പറാ. ഞങ്ങൾക്കതൊക്കെ മതിയായമേ. അമ്മ, വേനലവധിക്കാലം കഴിയാറായല്ലേ? അമ്മയുടെ പൂമ്പാറ്റകൾ അമ്മയെ വിട്ടുപോകാറായല്ലേ? അന്ന് അമ്മ പറഞ്ഞതനുസരിച്ച് നല്ല കുട്ടിയായിരുന്നെങ്കിൽ ഇന്ന് പൂമ്പാറ്റകളില്ലാത്ത ലോകത്ത് തനിച്ചിരിക്കേണ്ടി വരില്ലായിരുന്നു. എന്നെ ആരും കെട്ടിപ്പിടിക്കണ്ട. പോയിക്കോ, എല്ലാരും പോയിക്കോ. അല്ലെങ്കിലും എന്റെ ആരാ നിങ്ങൾ? ഞാൻ നിങ്ങളെ പ്രസവിച്ചിട്ടില്ലല്ലോ. വെറും ഒരു ആയമ്മ, ഒരു ട്രെയിനർ. അതിലപ്പുറം എന്റെ ആരാ നിങ്ങൾ? കരയല്ലേ, എന്റെ പാവക്കുട്ടികൾ കരയല്ലേ. ആയമ്മ സങ്കടം കൊണ്ട് പറഞ്ഞതല്ലേ. എന്റെ പാവക്കുട്ടികളെ എനിക്ക് എന്ത് ഇഷ്ടാണെന്നോ. അവർക്ക് നിങ്ങളെ കൂട്ടിക്കൊണ്ടു പോകാൻ ധൃതിയായി. ഇനി ആയമ്മ നിങ്ങളെ പിടിച്ചു വെക്കുന്നില്ല. അവസാനമായി ആയമ്മയോട് എന്തെങ്കിലും പറയാനുണ്ടോ നിങ്ങൾക്ക്? ഉണ്ട്, ഞങ്ങൾക്കൊരു കാര്യം പറയാനുണ്ട്. ഞങ്ങൾക്ക് മാത്രമല്ല, ഇവിടെ വന്ന എല്ലാ രക്ഷിതാക്കൾക്കുമായി ഒരു കാര്യം പറയാനുണ്ട്. ഈ ഫോണിൻ്റെ ലോകമുണ്ടല്ലോ, അത് വല്ലാത്തൊരു ലോകമാണ്. ആ ലോകത്ത് കുട്ടികളെ മറന്ന് ഞങ്ങളൊക്കെ സഞ്ചരിക്കാൻ തുടങ്ങിയപ്പോഴാണ് ഓരോ വീടുകളിലും കുടുംബ ബന്ധങ്ങൾ താളം തെറ്റിയത്. ഏയ്, എന്താ ഇത്? കരയാതെ. നിങ്ങളൊക്കെ കരയാതിരിക്കാനല്ലേ ഞാൻ നിങ്ങളുടെ കുട്ടികളെ തേച്ചു മിനുക്കിയത്. മോന്റെ അമ്മ ഇനി ഒരിടത്തും പോവില്ല. പാവകളെ സ്നേഹിക്കാൻ പഠിപ്പിച്ച അമ്മയുടെ മനസ്സിൽ പിണക്കമില്ല, സ്നേഹം മാത്രം. അല്ലേ ഏട്ടാ? എന്നോടല്ല ചോദിക്കേണ്ടത്, നമ്മളെല്ലാം തീരുമാനമെടുത്തതല്ലേ. ദേ, അവരോട് ചോദിച്ചു നോക്ക്. വേണ്ട, ആയമ്മ പറയട്ടെ. ഞാൻ എന്തു പറയാനാ? ശരി, പ്രിയ രക്ഷിതാക്കളെ, കുട്ടികളെ സ്നേഹത്തോടെ ചേർത്ത് പിടിക്കാനുള്ള ഒരു മനസ്സ് കൈവിട്ടുപോയ ഈ സമൂഹത്തിൽ കുട്ടികളെ മാത്രമല്ല, ഒന്നിനെയും സ്നേഹിക്കാതെ നടക്കുന്ന ഈ കാലത്ത് എല്ലാ രക്ഷിതാക്കളും ഒരു കാര്യം മനസ്സിലാക്കണം. ജന്മം നൽകിയാൽ മാത്രം അച്ഛനും അമ്മയും ആവില്ല. ഈ വാക്ക് ഒരുപാട് പേർ പറഞ്ഞതാണെങ്കിലും ഞാൻ ഒരിക്കൽ കൂടി ഓർമ്മിപ്പിക്കുകയാണ്. മക്കളെ ചേർത്ത് പിടിക്കാനുള്ള ഒരിത്തിരി സമയം നമ്മൾ കണ്ടെത്തിയില്ലെങ്കിൽ അവരെ ചേർത്ത് പിടിക്കുന്നിടത്തേക്ക് അവർ സഞ്ചരിക്കും. അത് ലഹരിയാവാം, ഫോണാവാം, മറ്റു വ്യക്തികളിലേക്കാവാം. നിങ്ങളുടെ കുട്ടികൾ ഇവരെല്ലാം ഓരോ തരത്തിലുള്ള ആകാശമിഠായികളാണ്. ഒരിക്കൽ ആകാശമിഠായിയുടെ രുചി അറിഞ്ഞാൽ പിന്നീട് രുചിച്ചുകൊണ്ടേയിരിക്കും. ഒരിക്കലും ഒരു മടക്കമുണ്ടാവില്ല. മക്കളെ, സ്നേഹമല്ലാതെ മറ്റൊരു കടപ്പാടും നിങ്ങൾക്കുണ്ടാവരുത്. സ്നേഹമായിരിക്കട്ടെ നിങ്ങളുടെ ജീവിത ലക്ഷ്യം. ഞാൻ നിങ്ങളെ സ്നേഹിച്ചതുപോലെ നിങ്ങളും പരസ്പരം സ്നേഹിച്ചു തുടങ്ങുക. ഈശോ പറഞ്ഞില്ലേ, ഞാൻ നിങ്ങളെ സ്നേഹിച്ചതുപോലെ നിങ്ങൾ മറ്റുള്ളവരെ സ്നേഹിക്കണമെന്ന്. കരുണാമയനേ കാവൽ വിളക്കേ കനിവിൻ നാളമേ, കരുണാമയനേ കാവൽ വിളക്കേ കനിവിൻ നാളമേ, അശരണരാകും ഞങ്ങളെയെല്ലാം അങ്ങിൽ ചേർക്കണേ.